ശരി, അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്. ഓഫർ തട്ടിപ്പ് കേസിൽ പ്രതി അനന്തകൃഷ്ണനെ പരിചയമില്ലെന്ന BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജെ പ്രമീള ദേവിയുടെ വാദം പൊളിഞ്ഞു. അനന്തകൃഷ്ണനുമായി ചേർന്ന് പ്രമീള ദേവി കമ്പനി രൂപീകരിച്ചതിന്റെ രേഖകൾ പുറത്തുവന്നു. ഗുഡ് ലിവിംഗ് പ്രോട്ടോകോൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഒരുമിച്ച് തുടങ്ങിയത്. 2021 മാർച്ച് 10 വരെ പ്രമീള ദേവി കമ്പനിയുടെ ഡയറക്ടറായിരുന്നു. പ്രമീള ദേവി രാജിവെച്ച ദിവസം മകൾ പ്രമീള ലക്ഷ്മിയെ പകരം ഡയറക്ടറാക്കി. കാഞ്ഞിരപ്പള്ളി ആസ്ഥാനമാക്കിയായിരുന്നു കമ്പനിയുടെ രൂപീകരണം. അതിനിടെ തിരുവനന്തപുരത്ത് ഓഫർ പദ്ധതിയെക്കുറിച്ചുള്ള യോഗം ചേർന്നത് സായി ഗ്രാമത്തിലാണെന്നും തട്ടിപ്പിനെ കുറിച്ച് ചോദിച്ചപ്പോൾ സായി ഗ്രാമം അധികൃതർ കൈമലർത്തിയെന്നും ആരോപിച്ച് വർക്കലയിൽ ഒരു കൂട്ടം ആളുകൾ പരാതിയും കൊടുത്തു. അനന്തു എന്റെ PA ആയിരുന്നില്ല. ഇയാൾ എന്റെ പല പരിപാടികളിലും, വനിതാ കമ്മീഷന്റെ നിരവധിയായ പരിപാടികളിൽ പലതിലും ഇയാള് വരാറുണ്ട്. ഇയാള് മാത്രമല്ല, ധാരാളം ആളുകൾ, ചെറുപ്പക്കാരും സ്ത്രീകളും കർഷകരും മുതിർന്ന പൗരന്മാരും വരാറുണ്ട്. ഇദ്ദേഹം കൂടെ വന്നിരുന്നു ധാരാളം ആളുകൾക്കൊപ്പം. KR സാജു കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത്. സാജു, പ്രമീള ദേവി തനിക്ക് പങ്കാളിത്തമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഒഴിയാൻ ശ്രമിക്കുമ്പോൾ ഇയാളുടെ തട്ടിപ്പിനെ കുറിച്ച് ആദ്യം ഫ്ലാഗ് ചെയ്ത ആൾ താനാണെന്ന് പറയുമ്പോൾ അവരുടെ പങ്കാളിത്തത്തിന്റെ വിവരങ്ങൾ പുറത്തു വരികയാണ്. എവിടെ നിന്നാണ് ഈ ഡേറ്റ വിവരങ്ങൾ പുറത്തു വരുന്നത്? ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ സുവ്യക്തമായി ഉണ്ട് സാജു? നിഷാദ്, കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റേതാണ് ഈ രേഖകൾ. ആ രേഖകൾ പരിശോധിക്കുമ്പോൾ പ്രമീള ദേവിയും ഓഫർ തട്ടിപ്പ് കേസിലെ പ്രതി അനന്തകൃഷ്ണനും ഒരുമിച്ച് ചേർന്ന് ഒരു കമ്പനി സ്ഥാപിച്ചിരുന്നു എന്നതിന്റെ വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അതിൽ ആദ്യം നമ്മൾ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ രേഖകൾ പരിശോധിക്കുമ്പോൾ അനന്തകൃഷ്ണന്റെ കീഴിലുള്ള കമ്പനികൾ പരിശോധിക്കുക. അപ്പോൾ ആ കമ്പനികളുടെ കൂട്ടത്തിൽ ഗുഡ് ലിവിംഗ് പ്രോട്ടോകോൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഒരു കമ്പനിയെ കാണാനാവും. അതിന്റെ ഡയറക്ടർമാർ ആരാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴാണ് 2019 ഡിസംബർ 20 കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്ന രേഖ കാണാൻ കഴിയും. 2021 മാർച്ച് 10 വരെ BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷയായ ജെ പ്രമീള ദേവി ഇതിന്റെ ഡയറക്ടറായിരുന്നു എന്ന് വ്യക്തമാകും. അവർ ഒഴിയുന്ന 2021 മാർച്ച് 10 അവർ ഡയറക്ടർ ബോർഡിൽ നിന്നും രാജിവെച്ച് ഒഴിഞ്ഞു മാറുന്നത്. അപ്പോഴേക്കും അവരുടെ മകൾ, പ്രമീള ദേവിയുടെ മകളായ പ്രമീള ലക്ഷ്മി പകരം ഡയറക്ടറായി ഇത് കമ്പനിയിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. കോട്ടയത്തെ കാഞ്ഞിരപ്പള്ളി ആസ്ഥാനമാക്കി അവിടുത്തെ ഒരു വിലാസത്തിലായിരുന്നു ഈ കമ്പനി രൂപീകരിച്ചിരിക്കുന്നത്. അനന്തകൃഷ്ണനും പ്രമീള ലക്ഷ്മിക്കും പുറമെ അമ്പാട്ട് മുകുന്ദൻ, ശോഭന എന്നീ ഡയറക്ടർമാർ കൂടി ഈ കമ്പനിയിൽ ഉണ്ട്. ഇതിൽ തൃശൂർ സ്വദേശിയായ അമ്പാട്ട് മുകുന്ദനെ ഡയറക്ടറാക്കിയത് പ്രമീള ദേവി വഴിയാണ് എന്ന് സംബന്ധിച്ച ചില വിവരങ്ങളും സൂചനകളും നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത് ഉണ്ട്. നേരത്തെ പ്രമീള ദേവി വിശദീകരിച്ചത് പൊതുപരിപാടികളിൽ, വനിതാ കമ്മീഷന്റേതടക്കമുള്ള പൊതുപരിപാടികളിൽ കണ്ട പരിചയം മാത്രമേ തനിക്ക് അനന്തകൃഷ്ണനുമായിട്ടുള്ളൂ എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയല്ല, ഇവർ ബിസിനസ് പങ്കാളികളായിരുന്നു എന്നതിന്റെ വളരെ കൃത്യമായ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ രേഖകളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. നിഷാദ്.